ട്രാവൽ ടൈമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലുള്ള ചില സൈറ്റുകളിലൂടെയാണ്. മെഗാലിത്തിക് പീരീഡിൽ, അതായത് മെഗാ എന്ന് പറഞ്ഞാൽ ഹ്യൂജ്, മാസീവ് എന്നർത്ഥം, വലിയ എന്നർത്ഥം. അതുപോലെ ലിത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ, കല്ല് എന്നർത്ഥം. ആ ഒരു പണ്ട് കാലത്ത് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്മരണാർത്ഥം വലിയ കല്ലുകൾ സ്ഥാപിച്ചിരുന്നു. അത് കുടക്കല്ലാവാം, തൊപ്പിക്കല്ലാവാം, അല്ലെങ്കിൽ പത്തിക്കല്ലൊക്കെ ആവാം. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളിലൂടെയാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അതുപോലെ തന്നെ വെട്ടുകൽ ഗുഹകൾ, ഈ മെഗാലിത്തിക് പീരീഡിൽ തന്നെ കുറച്ച് വെട്ടുകൽ ഗുഹകൾ ഐഎസ്ഐലിൻ്റെ കീഴിലുള്ള 2 ക്ഷേത്രങ്ങളിലൂടെയും നമ്മൾ സന്ദർശിക്കുന്നുണ്ട്. കാഴ്ചകളിലേക്ക് സ്വാഗതം. ചെമ്മന്തിട്ട ശിവക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇതൊരു കേരള ദ്രാവിഡ മാതൃകയിലുള്ള വൃത്താകാരമായ ക്ഷേത്രമാണ്. ഭിത്തിഭാഗം ചെങ്കല്ലിലും മേൽക്കൂര തനതായ കേരള മാതൃകയിലുമാണ്. ശ്രീകോവിലിൻ്റെ 3 വശങ്ങളിലായി വാതിലിൻ്റെ മാതൃകകൾ കൊത്തിവെച്ചിട്ടുണ്ട്. കോണാകൃതിയിലുള്ള മേൽക്കൂരയിൽ ചെമ്പ് പാകിയിട്ടുണ്ട്. ഏറ്റവും മുകളിലായി സ്തൂപികയും കലശവും കാണാം. പ്രധാന കവാടവും ചുറ്റുമതിലും ചെങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു. പടവുകളോടുകൂടിയ ഒരു കുളം ഇതിൻ്റെ പരിസരത്തുണ്ട്. വട്ടശ്രീകോവിലിൻ്റെ പുറംഭിത്തി ചുവർ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ഈ ചുവർ ചിത്രങ്ങൾ 17, 18 നൂറ്റാണ്ടുകളിൽ ആലേഖനം ചെയ്യപ്പെട്ടവയാണ്. ശ്രീരാമ പട്ടാഭിഷേകം, പ്രദോഷ നൃത്തം, ആസന വിഷ്ണു, മോഹിനി, കാളിയമർദ്ദനം, ദക്ഷിണാമൂർത്തി, ഗണേശ പൂജ ചെയ്യുന്ന നമ്പൂതിരി, വേട്ടയ്ക്കൊരു മകൻ, വിഷ്ണു, സദാശിവൻ, 1000 കണ്ണുള്ള ഇന്ദ്രൻ, വേണുഗോപാലകൃഷ്ണൻ, ഉമാമഹേശ്വരൻ, യശോധര എന്നിവയാണ് പ്രധാന ചുമർ ചിത്രങ്ങൾ. അടുത്തായിട്ട് നാം പോകുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ഇയാൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. പ്രാചീന കാലത്ത് ജനങ്ങൾ വൃദ്ധാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനോ മരിച്ചവരുടെ സ്മരണാർത്ഥമോ വലിയ കല്ലുകൾ നാട്ടിയിരുന്നു. ഈ കാലഘട്ടമാണ് മഹാശിലായുഗം എന്നറിയപ്പെട്ടിരുന്നത്. ദക്ഷിണേന്ത്യയിലാണ് ഈ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂടുതലും കാണപ്പെടുന്നത്. BC 1000 മുതൽ AD 300 വരെയുള്ള കാലത്താണ് ഇത് നിലനിന്നിരുന്നത്. കേരളത്തിൽ മാത്രം കാണപ്പെടുന്നതാണ് വെട്ടുകൽ ഗുഹകൾ. തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെട്ടുകൽ ഗുഹകൾ BC 300-നും AD 200-നും ഇടയ്ക്ക് നിർമ്മിച്ചവയാണ്. കേരളത്തിലെ പല ഭാഗങ്ങളിൽ കാണുന്ന വെട്ടുകൽ ഗുഹകളിൽ നിന്നും മഹാശിലായുഗത്തെ മൺപാത്രങ്ങളും ഇരുമ്പ് കൊണ്ടുള്ള ആയുധങ്ങളും മറ്റും കണ്ടെത്തിയിട്ടുണ്ട്. 2 അറകളോട് കൂടിയ ഗുഹയിൽ പ്രധാന അറയിലേക്ക് നീളുന്നൊരു ഇടനാഴിയുണ്ട്. പ്രധാന അറ കിഴക്ക് ഭാഗത്താണുള്ളത്. അതിന് തെക്കുവശത്തുള്ള ചെറിയ അറയുടെ ഇരട്ടി വലുപ്പമുണ്ട്. പ്രധാന അറയുടെ പ്രവേശനദ്വാരം ഒഴികെയുള്ള 3 വശങ്ങളിലും ശയനശിലകളുണ്ട്. ഈ അറയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രതലം ശയനശിലയുടെ അത്ര ഉയരത്തിൽ ക്രമരഹിതമായും ഒട്ടും മിനുസമില്ലാതെയുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മൺപാത്രങ്ങളും മറ്റും വയ്ക്കുന്നതിനാണ് ഈ ഭാഗം ഉപയോഗിച്ചിരുന്നത്. മൺപാത്രങ്ങളും ഇരുമ്പ് ഉപകരണങ്ങളും ഈ ഗുഹയിൽ നിന്ന് കണ്ടെത്തുകയുണ്ടായി. AD 1-ാം നൂറ്റാണ്ടിലെ റോമൻ നാണയങ്ങളും വെള്ളി നാണയങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മൾ പോകുന്നത് ചേരമാങ്ങാട് എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ പ്രധാനമായും കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, കൽവട്ടങ്ങൾ, പത്തിക്കല്ല് തുടങ്ങിയവയാണ്. മഹാശിലായുഗ സ്മാരകങ്ങളിൽ കേരളത്തിൽ മാത്രം കാണപ്പെടുന്നവയാണ് കുടക്കല്ലുകൾ. 9 കുടക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. കുടക്കല്ലുകൾ കൂൺ ആകൃതിയും പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഓലക്കുടയോട് സാദൃശ്യമുള്ളവയുമാണ്. നീളമുള്ള 4 കല്ലുകൾ ഭൂമിക്ക് ലംബമായി ചതുരാകൃതിയിൽ അന്യോന്യം ചാരി നിർത്തി അവയ്ക്ക് മുകളിൽ വൃത്താകൃതിയിലുള്ള ഒരു കൂമ്പാരക്കല്ല് വെച്ചിരിക്കുന്നു. ലംബമായി വെച്ചിരിക്കുന്ന 4 കല്ലുകളുടെയും പുറംഭാഗം ചെത്തി മിനുസപ്പെടുത്തിയിട്ടുണ്ട്. കുടക്കല്ലുകളുടെ വൃത്താകൃതിയിലുള്ള കൂമ്പാരക്കല്ല് മാത്രം നിലത്ത് പതിഞ്ഞിരിക്കുന്നതിനെ തൊപ്പിക്കല്ല് എന്ന് പറയുന്നു. സാധാരണയായി തൊപ്പിക്കല്ലിന് താഴെയായി ഭൂമിക്കടിയിൽ നന്നങ്ങാടികളും കണ്ടുവരുന്നുണ്ട്. 21 തൊപ്പിക്കല്ലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതിനു ശേഷം അവയ്ക്ക് മുകളിൽ വലിയ കല്ലുകൾ വൃത്താകൃതിയിൽ നിരത്തി വയ്ക്കുന്നതിനെ കൽവട്ടങ്ങൾ എന്ന് പറയുന്നു. ഇവയ്ക്ക് 2 മുതൽ 3 മീറ്റർ വരെ വ്യാസമുണ്ട്. കൽവട്ടങ്ങൾക്ക് മധ്യത്തിലായി കല്ലറകളോ നന്നങ്ങാടികളോ കാണപ്പെടാറുണ്ട്. കുടക്കല്ലിൽ 4 കല്ലാണ് ലംബമായി വെച്ചിരിക്കുന്നതെങ്കിൽ പത്തിക്കല്ലിൽ എണ്ണം കൂടുതലുണ്ടാകും. മുകളിൽ കല്ലും വെച്ചിരിക്കും.
ചൊവ്വന്നൂരിലെ വെട്ടൽ ഗുഹയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഈ ഗുഹ കുന്നംകുളം ടൗണിൽ നിന്നും 4 കിലോമീറ്റർ വടക്കുകിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുഹയുടെ പടിഞ്ഞാറ് ഭാഗത്തായി വൃത്താകൃതിയിൽ കൊത്തിയ 5 ശിലകൾ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ ഉയരമാണ് ഇവയ്ക്കുള്ളതെങ്കിലും എല്ലാ ശിലകൾക്കും കട്ടിൽക്കല്ലിനേക്കാൾ ഉയരം കുറവാണ്. ഉയരം കൂടിയ 3 എണ്ണവും ഉയരം കുറഞ്ഞ 2 എണ്ണവും 2 വിഭാഗങ്ങളായാണ് നിൽക്കുന്നത്. ഈ ഗുഹയിൽ നിന്നും വിവിധ തരത്തിലുള്ള മൺപാത്രങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ യാത്ര കലശമലയിലേക്കാണ്. ചുവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കലശമല ഇക്കോ ടൂറിസം വില്ലേജ്. തൃശ്ശൂർ കുന്നംകുളം പട്ടാമ്പി റോഡിനടുത്താണ് ഈ സ്ഥലം. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പ്രദേശത്തെ ഒരു ജൈവ വൈവിധ്യ പൈതൃക സ്ഥാനമായി പരിഗണിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ചുള്ളൊരു ഐതിഹ്യം ഇങ്ങനെയാണ് പറയുന്നത്. സപ്തർഷിമാരിൽ ഒരാളായ അഗസ്ത്യമുനി ലോപാമുദ്രയെ വിവാഹം കഴിച്ചു. ഒരിക്കൽ അഗസ്ത്യമുനി ശ്രീരാമനെ കാത്ത് ഒരു യാഗം നടത്തുന്നു. യാഗത്തിൽ നിന്ന് ലഭിച്ച കലശം അദ്ദേഹം വർഗീകരിച്ചു. ഈ കലശങ്ങൾ കൂടിച്ചേർന്ന് കലശമല പർവ്വതം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇവിടെയുള്ള ഗുഹയിൽ ധാരാളം കുറുക്കന്മാർ താമസിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനാൽ നരിമട എന്ന പേരും ലഭിച്ചു. ഇവിടെ കുട്ടികൾക്കായുള്ള പാർക്ക്, പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന വ്യൂ പോയിൻറ്റുകൾ, പ്രകൃതിജന്യ നീർച്ചോല തുടങ്ങിയവയുമുണ്ട്. നിരവധി മലയാള സിനിമകളും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പൊന്തന്മാട ഇതിഹാസ, ഹൗ ഓൾഡ് ആർ യു, തൂവാനത്തുമ്പികൾ തുടങ്ങിയവ ഇവിടെ ചിത്രീകരിച്ചതാണ്. ഇവിടെ പ്രധാനമായും കാണാനുള്ളൊരു ഗുഹയാണ്. നല്ല വലിയൊരു ഗുഹയുണ്ട്. 2 സൈഡിൽ കൂടെ നമുക്ക് പ്രവേശിക്കാം. ഇതാണ് അതിൻ്റെ ഒരു ഭാഗം. ഇവിടെ ചെറിയൊരു തുറക്കൽ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മറു സൈഡിലാണ് വലിയൊരു ഗുഹ. ഇതിലൂടെ പോവുകയാണെങ്കിൽ അപ്പുറത്തേക്ക് എത്താനും പറ്റും. ഈ വെട്ടുകല്ലിൻ്റെ താഴെയാണ് ആ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ താഴേക്ക് നല്ല കാഴ്ചയാണ്. ഇതാണ് ഗുഹയുടെ പ്രധാന ഭാഗം. താഴേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്താം. വലിയൊരു ഗുഹ. അടുത്ത ലക്ഷ്യം കക്കാടുള്ള വെട്ടുകൽ ഗുഹയാണ്. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്ത് നിന്ന് 3 കിലോമീറ്റർ വടക്കായിട്ടാണ് കക്കാട് വെട്ടുകൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കിഴക്ക് ഭാഗത്തായാണ് ഗുഹയുടെ പ്രവേശനദ്വാരം കാണപ്പെടുന്നത്. വെട്ടുകല്ലിൽ കൊത്തിയ 3 പടികളോടുകൂടിയ പ്രവേശനദ്വാരത്തിൽ കൂടി ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുവാൻ സാധിക്കും. ഗുഹയുടെ ഉൾവശം വൃത്താകൃതിയിലാണ്. മേൽക്കൂരയുടെ മധ്യഭാഗത്തായി വൃത്താകൃതിയിൽ ഒരു ദ്വാരവുമുണ്ട്. ഗുഹയ്ക്കുള്ളിൽ വടക്കു ഭാഗത്തായി ശയനശിലയും കാണാം. നാലോ 5 പേർക്ക് ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. കാട്ടാക്കാമ്പാലാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പ്രധാന മുറിയോട് ചേർന്ന് വശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ചെറിയ അറകളാണ് ഇതിൻ്റെ പ്രത്യേകത. കല്ലിൽ കൊത്തിയിരിക്കുന്ന പടികളിൽ കൂടി ഗുഹയ്ക്കുള്ളിലെ പ്രധാന അറയിലേക്ക് കിടക്കാം. ഈ അറയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 3 വശങ്ങളിലായി 4 ചെറു അറകളുമുണ്ട്. എല്ലാ അറകളിലും ശയനശിലകൾ കാണാൻ സാധിക്കും.
നമ്മളിപ്പോൾ അടുത്ത ലക്ഷ്യസ്ഥാനമായ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ക്ഷേത്രം കേരളത്തിലെ ഒരു പ്രധാന വേദ പഠന കേന്ദ്രമാണ്. ഇവിടെയാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലെ കേരള വാസ്തുവിദ്യാ ശൈലിയിൽപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിനുള്ളിൽ കാണപ്പെടുന്ന ദാരുശില്പങ്ങൾ കേരള ശില്പകലയുടെ മകുടോദാഹരണങ്ങളാണ്. ഇവിടെ ഒരു ബലിക്കല്ല് കാണാം. പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ശ്രീകോവിൽ ശ്രീരാമനായി സമർപ്പിച്ചിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിന് മുമ്പിലായി മുഖമണ്ഡപവുമുണ്ട്. ശ്രീകോവിലിൻ്റെ സോപാനത്തിനിരുവശമായി കൃഷ്ണശിലയിൽ തീർത്ത 2 ദ്വാരപാലകന്മാർ സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിൽ 2 നിലകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പത്ത് ദിവസത്തെ ഋഗ്വേദിക് ഡിബേറ്റ് നടക്കുന്ന കടവല്ലൂർ അന്യോന്യം ഇവിടെയാണ് ആ കടവല്ലൂർ അന്യോന്യം നടക്കുന്നത്. ശ്രീകോവിലിൻ്റെ ഇരുനിലകളിലും മനോഹരമായ ദാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. ബ്രാക്കറ്റഡ് ഫിഗേഴ്സ് എന്നാണ് ഇവയെ പറയുന്നത്. ഈ ക്ഷേത്രത്തിലാകെ 29 ദാരുശില്പങ്ങളുണ്ട്. ഇവയിൽ പ്രധാനമായത് രാമായണം, കിരാതാർജുനീയം, വാമനൻ, ശിവൻ, അഗസ്ത്യമുനി, ബ്രഹ്മാവ്, വിഷ്ണു തുടങ്ങിയവയാണ്. ഇത് നവഗ്രഹങ്ങൾ. ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വെട്ടെഴുത്തിലുള്ള 5 ശിലാലിഖിതങ്ങൾ കാണാം. ക്ഷേത്രത്തിനടുത്ത് തന്നെ വലിയൊരു ക്ഷേത്രക്കുളവുമുണ്ട്. പണ്ട് ഇവിടെ ഒരു മുതല ഉണ്ടായിരുന്നു. അതിൻ്റെ സ്മരണാർത്ഥമാണ് ഇവിടെ മുതലയുടെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത്.
അടുത്തായി നമ്മൾ എത്തിയിട്ടുള്ളത് അരിയന്നൂരിലാണ്. കുടക്കല്ലുപുറമാണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. ഭൂമിക്ക് ലംബമായി നിൽക്കുന്ന 4 കല്ലുകളുടെയും മുകൾ ഭാഗം കൂർത്തതും താഴ്ന്ന ഭാഗം വീതി കൂടിയതുമാണ്. ഇവ വൃത്താകൃതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കുടക്കല്ലുകളെല്ലാം ഒരേ വലിപ്പത്തിലുള്ളതല്ല. ഏറ്റവും വലിയ കുടക്കല്ലിൻ്റെ മുകൾ ഭാഗത്ത് കമിഴ്ത്തി വെച്ചിരിക്കുന്ന കൂമ്പാരക്കല്ലിന് ഏകദേശം 8 മീറ്റർ ചുറ്റളവുണ്ട്. വളരെയേറെ മനുഷ്യാധ്വാനം കൊണ്ട് മാത്രമേ ഇത്രയും വലിപ്പമേറിയ കല്ലുകൾ ചെത്തിയുണ്ടാക്കാനും ഈ രീതിയിൽ ഘടിപ്പിക്കാനും കഴിയുകയുള്ളൂ. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് കണ്ടാണശ്ശേരിയിലേക്കാണ്. അരിയന്നൂരിൽ നിന്ന് 2 കിലോമീറ്റർ തെക്ക് ഭാഗത്താണ് ഇത്. വെട്ടുകല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഗുഹയാണ് ഇവിടെ കാണാനുള്ളത്. 2 അറകളുള്ള ഗുഹയിലേക്ക് കടക്കുവാൻ ആദ്യമായി 4 അടി നീളവും അത്ര തന്നെ വീതിയുമുള്ള ഒരു കുഴിയിലേക്ക് ഇറങ്ങണം. ആ കുഴിയുടെ ഒരു വശത്ത് ഒരു ദ്വാരത്തിൽ കൂടി അടുത്ത അറയിലേക്ക് കിടക്കാം. ഈ അറ 6 അടി വീതിയും 6 അടി നീളവുമുള്ളതാണ്. ഇതിൻ്റെ മേൽക്കൂരയ്ക്ക് അർദ്ധ ഗോളാകൃതിയാണുള്ളത്. അവയുടെ 3 വശത്തും ശയനശില അല്ലെങ്കിൽ സ്റ്റോൺ ബെഡ് വെട്ടിയുണ്ടാക്കിയിട്ടുണ്ട്. കട്ടിലിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ച ഇവയ്ക്ക് കല്ലിൽ കൊത്തിയ കാലുകളുമുണ്ട്. മേൽക്കൂരയ്ക്ക് നടുക്ക് 1 മീറ്റർ വീതിയുള്ള ഒരു ദ്വാരം കാണാം. തൊട്ടപ്പുറത്ത് തന്നെയാണ് കോവലൻ സ്മൃതി മണ്ഡപം. മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റായ കോവലനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഇവിടെയാണ് നിത്യവിശ്രമം കൊള്ളുന്നത്. അടുത്ത് തന്നെ അവരുടെ വീടും കാണാം. ഈ വീഡിയോ അവസാനിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.